വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. 2024 ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. OPPO Reno 11 Pro 5G. ഇത് മിഡിൽ ഈസ്റ്റ് വേർഷനാണ്. ഒരുപക്ഷെ ഇതേ സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള വേർഷൻ ആയിരിക്കും ഇന്ത്യയിലും ഇറങ്ങാൻ സാധ്യത. എനിവേ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ കംപ്ലീറ്റ് പറയുന്നത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ 4-5 ദിവസം യൂസ് ചെയ്ത ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ കൂടിയായിരിക്കും നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 100 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ് ലഭിക്കുന്നത്. Type A to Type C ചാർജിങ് കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OPPO Reno 11 Pro 5G. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് പേൾ വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ റോക്ക് ഗ്രേ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ 7.7 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുപോലെ 181 ഗ്രാമാണ് വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ സർക്കിൾ എന്നുള്ള രീതിയിൽ ക്യാമറ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. ഒരു അലൂമിനിയം ഫിനിഷിംഗ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പിറകിലെ സൈഡിലുള്ള ആ ഒരു പാറ്റേൺ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കേർവ്ഡ് ഡിസൈനാണ് പിറകിലും അതുപോലെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ IR ബ്ലാസ്റ്ററും കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് വരുന്നത്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 നാനോ സിം കാർഡ് മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഒരു ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ സ്പീക്കറുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ ആൻഡ് ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രീമിയം ഫീൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ കേർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 450 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ വിഷ്വൽ ആസ്വദിക്കാൻ സാധിക്കും. താരതമ്യേന കേർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബസിൽസ് ഒക്കെ കുറവാണ്. ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. ഡ്രാഗൺ ട്രയൽ സ്റ്റാർ 2-ൻ്റെതാണ് ഇതിൽ ഗ്ലാസ്സിലെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1600 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. വെളിയിലൊക്കെ പോയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ 2160 Hz PWM ഡിമ്മിങ് ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ നമുക്ക് ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ കണ്ണിന് സ്ട്രെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ല. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MediaTek Dimensity 8200 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 3.1 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G610 MC6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇനി ഈ ഒരു 5 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ 12GB റാമിൽ 512GB മെമ്മറി വേരിയൻ്റാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. അതിൽ തന്നെ റാം ടൈപ്പ് വരുന്നത് LPDDR5X ആണ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ് വരുന്നത്. അപ് ടു 12GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ കൂടി ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നെറ്റ്വർക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ഇതിൽ സപ്പോർട്ടാണ്. അതിൽ തന്നെ 13ഓളം 5G ബാൻഡാണ് ഇതിൽ സപ്പോർട്ടാകുന്നത്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. Wi-Fi 6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IP54 റേറ്റഡോട് കൂടിയുള്ള സ്മാർട്ട് ഫോൺ ആണ്. അതായത് സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റും. എനിവേ സോഫ്റ്റ്വെയർ സൈഡ് വരികയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 14 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. കളർവൈസ് വേർഷൻ വരുന്നത് 14 തന്നെയാണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. അതായത് 15, 16, 17 വരെ ലഭിക്കുമെന്നും അതുപോലെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓവറോൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും എനിക്ക് കാണാൻ സാധിച്ചത്. ബാറ്ററി വരുന്നത് 4600 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ബോക്സിനൊപ്പം ലഭിക്കുന്നത് 100 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ ആണെങ്കിലും 80 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം നമുക്ക് 35 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 5 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും നമുക്കൊരു മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം 1 ഡേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. Reno 11 Proയിൽ സിംഗിൾ സ്പീക്കർ ദാണ്ട് ആ കിടക്കുന്ന Reno 11ൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് വൈ സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ടാണ് കേൾക്കുന്നത്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ ഉൾപ്പെടുത്താത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. കാരണം അത്രയും നല്ല രീതിയിൽ ഇതിൽ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രെയിം റേറ്റ് നമുക്ക് മാക്സിമത്തിൽ തന്നെ വെരി ഹൈയിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ചും കണ്ട് കളിക്കാൻ സാധിക്കും. എനിവേ ഫ്രെയിം റേറ്റ് നമ്മൾ അൾട്രയിൽ ഉപയോഗിച്ചാൽ ഗ്രാഫിക്സ് നോർമലി പറയുന്ന ചില ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ലോ ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇവൻ നിങ്ങളൊരു പ്രോ ലെവൽ ഗെയിമർ ആണെങ്കിൽ കൂടി നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിൽ കൂളിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നേരം ഗെയിം കളിച്ചിട്ടും ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ എനിക്കിതിൽ യാതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഓവറോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ക്യാമറയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ ക്യാമറയിൽ 3 ക്യാമറ പ്ലസ് സെൽഫി ക്യാമറ ഉൾപ്പെടെ 4 ക്യാമറയിലും സോണിയുടെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ക്യാമറ വരുന്ന റിയറിൽ 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ലെൻസാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സോണിയുടെ IMX890 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെൻസർ. സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സോണിയുടെ IMX709 ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സെൻസർ. തേർഡ് ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ്. സോണിയുടെ IMX355 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെൻസർ. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഫോട്ടോസും ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ലതാണ്. ഈവൻ പോർട്രേറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസില്ല, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്രോ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഓക്കെ എന്നുള്ള ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് RGBW സെൻസർ ആയതുകൊണ്ട് തന്നെ, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് സെൻസർ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോസ് നമുക്ക് മിക്ക സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നൈറ്റിലും എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെക്കൻഡ് ലെൻസ് ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് ഫോട്ടോസിന് അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള ബൊക്കെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ അൾട്രാവൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന കാര്യം എടുത്താൽ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ചില ഫോട്ടോസിലൊക്കെ നാച്ചുറൽ കളറും അതുപോലെ തന്നെ ചില ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടെ IMX709 തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത്. അത് ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് സെൽഫി ക്യാമറയിൽ കാണാൻ സാധിച്ചില്ല. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. മിക്ക സമയത്തും നമുക്കൊരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോസിനൊക്കെ നമുക്കൊരു ശരിക്കും ആ ഒരു നാച്ചുറൽ ഫീൽ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും മിക്ക സമയത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡയലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് പെർഫോമൻസ് നല്ലതാണ്. HDR പെർഫോമൻസും നല്ലതാണ്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ലത് തന്നെയാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ക്യാമറ സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഫുൾ HD നമ്മൾ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ EASൻ്റെ സപ്പോർട്ടോടുകൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. കളേഴ്സും ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്ക് 4Kയിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വേണമെങ്കിൽ EAS സപ്പോർട്ടായിട്ടുള്ളത് ഫുൾ HDയിലാണ്. അതിൽ തന്നെ സ്റ്റഡി മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള അത്യാവശ്യം ഡീറ്റെയിൽ നൽകുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് സെൽഫി വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB പ്ലസ് 512GBക്ക് 2119 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 50,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇന്ത്യയുടെ ഒഫീഷ്യൽ പ്രൈസോ കാര്യങ്ങളോ റിവീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രൈസ് ഞാൻ പറയാത്തത്.
എനിവേ നിങ്ങൾ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ജനുവരി 31-നുള്ളിൽ വാങ്ങിയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 1 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടി ലഭിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ പൊട്ടുകയാണെങ്കിൽ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഡാമേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒറ്റ തവണ അവർ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒരു ചെറിയ രീതിയിലുള്ള സർവീസ് ചാർജോ മറ്റോ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഓപ്പോയുടെ ബഡ്സ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ജനുവരി 31-ന് ശേഷവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോണായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ 5000 mAh ബാറ്ററി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് ഈവൻ ക്യാമറ ആണെങ്കിലും ബാക്കി എല്ലാ സൈഡിലും നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓപ്പോ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ബജറ്റ് ആ ഒരു പ്രൈസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OPPO Reno 11 Pro എന്നത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.